ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബ്ലൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു മട്ടൻ ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. മട്ടൻ വെച്ചിട്ട് ഒരു റോസ്റ്റ് ആണെന്ന് പറയാം, എന്നാൽ കുറച്ച് ഗ്രേവി ആയിട്ട് നല്ല ഡ്രൈ ആക്കാണ്ടായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കറിയാണ്. ചെറിയ ഉള്ളി ഞാൻ ആവശ്യത്തിലധികം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല, ചതച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, മുളക് 1 സ്പൂണ്, മല്ലിപ്പൊടി 1.5 എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ജീരകം എടുത്തിട്ടുണ്ട്, പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾ പൊടി ഐറ്റങ്ങൾ. ഇനി ഗരം മസാലയും കൂടി വേണം. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന നല്ല അടിപൊളി ഗരം മസാലയും കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ഇത് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടാവുമ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നല്ല മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മൂത്ത് വരണം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്നൊന്ന് ആയി കിട്ടും. അതാ ഈ സ്റ്റേജിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലിടാം. പിന്നെ ഇഞ്ചി ഇടാം കേട്ടോ. ഇഞ്ചി കുറച്ച് ഇട്ടാലും മതി, എന്നാലും വെളുത്തുള്ളി ഇത്തിരി തോന്നിട്ടോ, നല്ല ഫ്ലേവറാണ്. അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് ഒരു 5-6 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറണം. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനും ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഇത് നല്ല വഴറ്റി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ച പൊടികൾ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ല ഇതിൻ്റെ പൊടിയുടെയും പച്ചമണം മാറണം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഈ പൊടികൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കരുത്. അതങ്ങനെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന മട്ടൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ മട്ടനിലേക്ക് ഈ നമ്മുടെ മസാല ഇല്ലേ, ഉള്ളി മസാല, ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഇത് വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാൻ ഓൾറെഡി നമ്മൾ ഉള്ളിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് മസാലയിൽ ഞാൻ ഉപ്പ് ആദ്യം നോക്കി. മട്ടൻ ഞാൻ കഴിക്കാറില്ല, അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഉപ്പൊക്കെ നോക്കി ഒരു പൊടി കൂടുതൽ ഉപ്പ് മട്ടനിലേക്കും കൂടി വേണ്ടിയിട്ടുള്ളത് ഞാൻ ചേർത്തിട്ടാണ് മസാല റെഡിയാക്കിയത്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് മസാലയിൽ ഉപ്പും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് മട്ടനിലും കൂടി നന്നായി പുരട്ടിയതിന് ശേഷം കുറച്ച് ഗരം മസാല, എനിക്ക് അളവ് അറിയണോണ്ട് ഞാൻ 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതും വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് ചെറുതീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ചെറുതീ എന്ന് പറഞ്ഞാൽ മീഡിയം അല്ല, എന്നാൽ നല്ല സ്ലിമ്മും അല്ലാത്ത ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ മട്ടനിലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ ഇതിലിട്ട് വേവിക്കണം. നമ്മൾ ഈ മട്ടൻ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, മട്ടനിൽ വെള്ളം ഇറങ്ങണ ഇപ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാൻ പോവാൻ, നന്നായിട്ട് ഇറങ്ങട്ടെ. അപ്പോൾ ഒരു 5-6 മിനിറ്റ് 8 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് തുറന്നപ്പോൾ നല്ല വെള്ളം ഇറങ്ങി. അതിന് ശേഷം ഞാൻ ആ വെള്ളം തുറന്ന് വെച്ച് വറ്റിച്ച് ഇളക്കിയെടുത്ത് ഈ പരുവാക്കി. ഇനി ഇത് ചട്ടിയിലിരുന്നിട്ട് തന്നെ നന്നായിട്ട് ടൈറ്റായി കിട്ടും. നല്ല ഡ്രൈ അല്ല, നല്ല വെള്ളവും അല്ലാത്തൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ബാക്കി ഞാൻ എടുത്തു വെച്ച കറിവേപ്പിലയൊക്കെ ഇട്ട് ആവശ്യത്തിന് കറിവേപ്പിലയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും തൂക്കിയിട്ട് മാറ്റിയെടുത്ത് വെക്കുകയാണ്. ഇത് എനിക്കറിയാവുന്ന പോലെ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, സപ്പോർട്ടും ചെയ്യണേ ഈ ചാനലൊന്ന് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.